പാലക്കാട് KSRTC കണ്ടക്ടറുടെ മരണം പലിശ സംഘത്തിന്റെ മർദ്ദനമേറ്റാണെന്നൊരു പരാതി. കുഴൽമന്ദം സ്വദേശിയായ മനോജാണ് മരിച്ചത്. ഈ മാസം 9-ന് ഇടപാടുകാർ മർദ്ദിച്ചു എന്നാണ് ബന്ധുക്കൾ മൊഴി നൽകിയിരിക്കുന്നത്. തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മനോജിന്റെ മരണം. കഴിഞ്ഞ 9-ാം തീയതിയാണ് അവശനായ മനോജിനെ അടുത്തുള്ള പാലന ആശുപത്രിയിലേക്ക് ആദ്യം കൊണ്ടുപോയത്. പിന്നീട് അവിടെ നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റുകയായിരുന്നു. ഈ ഒരു മനോജിൻ്റെ മരണത്തിൽ അത് പലിശ സംഘങ്ങളുടെ ആക്രമണമുണ്ട് എന്നുള്ളത് ആരോപണങ്ങൾ ബന്ധുക്കളടക്കം പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം മനോജിൻ്റെ അയൽവാസി കൂടിയായ പൊതുപ്രവർത്തകനുമായ ഷെനിൻ ചേരുന്നു. എന്താണ് സംഭവിച്ചതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്? നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിരന്തരമായ പലിശക്കാരുടെ ഭീഷണിയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച പലിശക്കാരുടെ ഭാഗത്തിൽ നിന്നുള്ള അക്രമങ്ങളും ഉണ്ടായതിൻ്റെ പേരിലാണ് അദ്ദേഹം അവശനായ നിലയിൽ ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെട്ടത്. അതുമൂലമാണ് ഈ മരണം സംഭവിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും നാട്ടുകാർ വിശ്വസിക്കുന്നതും. ഇപ്പോൾ സ്ട്രോക്ക് എന്നുള്ള രീതിയിലൊക്കെ ഒരു പറഞ്ഞുകൂടി കേൾക്കുന്നു. അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു തരത്തിലുള്ള അസുഖമുള്ള ആളല്ല മനോജ്. വളരെ പൂർണ്ണ ആരോഗ്യവാനായ ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളതായിട്ട് അറിയില്ല. ആൾ പൂർണ്ണ ആരോഗ്യം തന്നെയാണ്. ഇതിൻ്റെ പേരിലുള്ള അക്രമം മനോജിന് അക്രമം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എത്ര രൂപ കടമുണ്ടായിരുന്നു? ആരാണ്, ഏത് സംഘങ്ങളാണ് ആക്രമിച്ചിരുന്നത്? അങ്ങനെ എന്തെങ്കിലും അറിയോ? നിരവധി പേരിൻ്റെ ഒരു നിരവധി പേരുണ്ട്. അവരുടെ പേരിൽ നിന്നെല്ലാം കൂടെ ഒരു 50 ലക്ഷം രൂപ ബാധ്യതയുണ്ടെന്നാണ് നാട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആരാക്രമിച്ചതെന്നറിയും? ആരാക്രമിച്ചതിനെ കുറിച്ച് വ്യക്തമല്ല. നല്ല അടി കിട്ടിയിട്ടുണ്ട് എന്ന് വ്യക്തമായി എല്ലാവരും പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇതിൻ്റെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പൊതുനേരം പോലീസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. അവിടെ സംസാരിച്ചതിലൊരു തൃപ്തിയായ ഒരു റിപ്പോർട്ടല്ല പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയത്. പരസ്പര വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നീതിയില്ലെങ്കിൽ നമ്മളത് മുഖ്യമന്ത്രിയായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നേരിട്ട് തന്നെ ഒരു പരാതി കൊടുത്ത് ഇതിനൊരു അന്വേഷണം നടത്തി വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടും. എന്തെങ്കിലും ഈ ഇദ്ദേഹത്തെ മർദ്ദിക്കുന്നൊക്കെ കണ്ട ആളുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ പലരും പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് വ്യക്തത കിട്ടി. ഞാൻ ഒന്നും കൂടെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെക്കുറിച്ച് തെളിവുകളുണ്ടെങ്കിൽ അത് പോലീസിനെ ഏൽപ്പിക്കാൻ തയ്യാറാണ്. ഏതായാലും ഈ കാര്യത്തിൽ ഒരു കൂടുതൽ അന്വേഷണം വേണം. എങ്ങനെയാണ് മനോജിൻ്റെ മരണം എന്നുള്ളത് സംബന്ധിച്ച് ഒരു കൃത്യത വേണം എന്നുള്ളതൊക്കെയാണ് ബന്ധുക്കളും അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകരും അയൽവാസികളും ഒക്കെ ആവശ്യപ്പെടുന്നത്. ഗൂഗിൾ VS മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.